വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പം നമ്മുടെ ഇത് ഡേ ഇൻ മൈ ലൈഫ് 3 ആണ്. മീൻസ് 1, 2, 3 അടുപ്പിച്ചല്ല. ഞാൻ 1 എന്നോ എടുത്ത് 2 എന്നോ എടുത്ത് ഇപ്പോൾ 3 ഇപ്പോഴാണ് എടുക്കുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്ന് സാധാ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് ഒന്നും എടുക്കാനില്ല. വീട്ടിൽ എന്നും ചെയ്യുന്ന സ്ഥിരം കാര്യങ്ങൾ തന്നെയല്ല എന്നും ചെയ്യുന്നത്. സോ അപ്പോൾ നമ്മൾ ഇന്നൊരു വർക്കിന് പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ. നമുക്ക് കുറേ മെസ്സേജൊക്കെ വരുന്നുണ്ട് ചേച്ചി ഡേ ഇൻ മൈ ലൈഫ് എടുക്കണേന്ന്. എന്നിട്ട് ഡേ ഇൻ മൈ ലൈഫിന് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നല്ലോണം കിട്ടിയായിരുന്നു. സോ അപ്പോൾ നമ്മുടെ ഇത് ഡേ ഇൻ മൈ ലൈഫ് 3 ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. റെഡി ആവുന്നതിന് മുന്നേ കുറച്ചുള്ള പാർട്ടുകളൊക്കെ ഉണ്ട്, അതൊക്കെ കണ്ടിട്ട് നമുക്ക് വരാം. അപ്പോൾ രാവിലെ തന്നെ എണ്ണിച്ച് കുളിച്ച് ഫ്രഷായി ഞാൻ എൻ്റെ ഫേസിൽ മേക്കപ്പ് അത്യാവശ്യം ചെയ്തതിന് ശേഷമാണ് നമ്മുടെ വീഡിയോ എടുക്കുന്ന റൂമിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോഴേക്ക് ചേച്ചി മേക്കോറൊക്കെ സ്റ്റാർട്ടായി. ഹലോ, ഇനിയിപ്പോൾ റെഡി ആയിരിക്കും. അപ്പോൾ ഹായ് ഒക്കെ പറയിപ്പിച്ചതിന് ശേഷം ഞാൻ മേക്ക് ഓവർ ചെയ്യാൻ റെഡിയാക്കാൻ വിട്ടിട്ടുണ്ട്. കാരണം ഇപ്പോഴത്തെ നമ്മൾ വീഡിയോ എടുത്ത സമയം വന്നിട്ട് ഒരു 9 മണിയൊക്കെ എപ്പോഴാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. നമുക്കൊരു 10:30 അല്ലെങ്കിൽ ഒരു 10:15 ആകുമ്പോഴെങ്കിലും ഇവിടെ നിന്ന് ഇറങ്ങിയാൽ നമുക്കൊരു 11:30 അവിടെ എത്താനും നമ്മുടെ മേക്ക് ഓവർ സ്റ്റാർട്ട് ആവാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ വലിയ മേക്ക് ഓവറും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പക്ഷേ സ്കിൻ കെയർ ചെയ്യുന്നുണ്ട്. സ്കിൻ കെയർ മുഖ്യം വെക്കില്ല. ഞാൻ വലിയ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത ആളായിരുന്നു. ജസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് പൗഡർ ഇട്ടിട്ട് ഇറങ്ങിപ്പോയ ഒരാളായിരുന്നു. പക്ഷേ സ്കിൻ കെയർ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് എൻ്റെ സ്കിന്നിന് എത്രത്തോളം ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവാൻ പറ്റിയത്. കാരണം അത്യാവശ്യം ഓപ്പൺ പോർസും പിമ്പിൾസും പാടുകളും മറകുകളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എൻ്റെ സ്കിന്നിൽ. അതുകൊണ്ട് എല്ലാവരും സ്കിൻ കെയർ ചെയ്താൽ അവിടെ സ്കിൻ അത്യാവശ്യം നല്ലോണം നല്ല പ്ലംബി ആയിട്ടൊക്കെ ഇരിക്കും. ഞാൻ നമ്മുടെ സ്കിൻ കെയറിൻ്റെ ഒരു വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മേക്ക് ഓവറൊക്കെ ഏകദേശം എൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ പൊട്ടൊക്കെ ഇട്ട് നോക്കുകയാണ് എവിടെ ഇട്ടാലാണ് പൊട്ട് നല്ലതെന്ന്. അപ്പം ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണ ചേച്ചി എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ തന്നെ വന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്ക് വലുതായിട്ട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, എന്നും തന്നെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഞാൻ ഈ കണ്ണെഴുതുന്ന കാജൽ വന്നിട്ട് പ്ലമ്മിൻ്റെ ആണ് കേട്ടോ. ഒരു രക്ഷയുള്ള അടിപൊളി കാജൽ എന്ന് പറഞ്ഞാൽ അടിപൊളി കാജൽ. യൂട്യൂബിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അത്യാവശ്യം യൂട്യൂബ് ബ്യൂട്ടി ഇൻഫ്ലുവൻസേഴ്സൊക്കെ യൂസ് ചെയ്ത് റിവ്യൂ ചെയ്തൊരു പ്രോഡക്റ്റാണ് ഇത് വന്നിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് വാങ്ങി ട്രൈ ചെയ്യാമെന്ന് വെച്ച് ട്രൈ ചെയ്തതാണ്. ഒരു രക്ഷയില്ല കേട്ടോ. സ്മഷ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. എൻ്റെ പൊന്നെ വരച്ച് കഴിഞ്ഞാൽ തേച്ചാലും മായ്ച്ചാലും പോകാത്ത രീതിയിൽ 24 hours നമുക്കത് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊക്കെ വെച്ചൊന്ന് ഇന്നർ കോർണറൊക്കെ ഒന്ന് ഫില്ലാക്കി കൊടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കണ്ണിൻ്റെ വെളിയിലും കൂടെ ഒന്ന് ഐലൈനർ വെച്ച് കളർ ബാറിൻ്റെ ഒരു ലൈനർ വെച്ചിട്ടാണ് എഴുതി കൊടുക്കുന്നത്. ഞാനിത് ഇത്രയും ഹൈപ്പിലുള്ള പ്രോഡക്റ്റ് ആണെന്ന് യൂസ് ചെയ്ത് ഞാൻ മേക്ക് ഓവർ രാവിലെ 9 മണിക്കാണ് പോയത്. ഞാൻ തിരിച്ചൊക്കെ വന്നപ്പോഴേക്ക് ഏകദേശം 6 മണി സംതിങ് ഒക്കെ ആയായിരുന്നു. പക്ഷെ അതുവരെ ആ കണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാത്ത രീതി അതേ കണക്കിരുന്നു കേട്ടോ. ഞാൻ അതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കിസ്മി എന്ന് പറയുന്ന ഒരു പാലറ്റിൽ നിന്നാണ് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 2-3 ഷെയ്ഡ് മിക്സ് ആക്കി ഇട്ടേക്കണം. അപ്പോൾ ആ ഷെയ്ഡ് ഞാൻ ചേച്ചിക്ക് പറഞ്ഞു കൊടുത്തതാണ്, എടാ ഇയാളും ഇതുപോലത്തെ ഷെയ്ഡ് ഇട്. കാരണം ഞങ്ങൾ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് വന്നിട്ട് ഒരുപോലത്തെ ഡ്രസ്സാണ്. അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിട്ടുകൊണ്ട് വരാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട്. പിന്നെ മസ്കാര ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വന്നിട്ട് മെബിലൈൻ്റെ ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഇങ്ങനെ വലുതായിട്ട് കണ്ണൊന്നും എഴുതാത്ത ആളായിരുന്നു, മീൻസ് എനിക്ക് സ്വന്തമായിട്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് എന്താ നത്തിൽ കണ്ണൊക്കെ എഴുതുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണ് എഴുതിക്കൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്കിലാണ് അമ്മ വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു അമ്മ ഞാൻ വീഡിയോ എടുക്കാമെന്ന്. അപ്പോഴത്തേക്ക് അമ്മ ഒറ്റ ഓട്ടം. അമ്മ പറയും എനിക്കൊന്ന് വയ്യ ഈ കോലത്തിലൊന്ന് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കണ്ണൊക്കെ എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഞാൻ ഡ്രസ്സൊക്കെ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്. കമോൺ. ഇപ്പോൾ നമ്മളിന്ന് ഈ ഒരു ടോപ്പാണ് ഇടുന്നത്. ഇത് ഒന്നല്ല, ഇത് 2 ഉണ്ട്. അപ്പം ഇതിലേതോ ഒന്ന് എൻ്റെയും ഇതിലേതോ ഒന്ന് ചേച്ചിയുടെയാണ്. ചേച്ചിയുടെ ആ കൊച്ചിൻ്റെയാണ്. അപ്പോൾ ഞങ്ങൾ മിക്കവാറും വർക്കിനൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർ ചോദിക്കുന്നത് യൂണിഫോം ആണോ. ഞങ്ങൾ മിക്കവാറും ഇങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുപോലത്തെ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് അമ്മയ്ക്കും ഇതേ കണക്കൊരു ഉണ്ടല്ലേ. അമ്മയും കൂടെ തയ്ച്ചിട്ടിട്ട് ഞങ്ങൾ ഒരു റീലൊക്കെ എടുക്കണമെന്ന് ഞങ്ങൾക്ക് വിചാരിച്ചേക്കുവാണ്. സോ അപ്പം നമ്മളെന്തായാലും ഡ്രസ്സ് ചെയ്തിട്ട് വരാം. വാ ഓടുവാ. വേറെ ഞാനേ കളിക്കൂ. പിന്നെ പ്രത്യേകത എടുത്തു പറഞ്ഞു ആര് തയ്ച്ചു തന്നെയാണ്. അമ്മ തയ്ച്ചു തന്നെയാണ്. നമുക്ക് അപ്പോൾ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴാണ് റൂമിലെ ലൈറ്റ് ഇടാൻ വിട്ടുപോയ കാര്യം വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. സോ അതുകൊണ്ട് തന്നെ ലൈറ്റിന് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മുടിയൊക്കെ കെട്ടാമെന്ന് വിചാരിച്ചു. അപ്പം ജസ്റ്റ് ഭയങ്കര സിമ്പിളായിട്ട് ജസ്റ്റ് നമുക്ക് ബനാന ക്ലിപ്പ് വെച്ചിട്ടൊന്ന് കെട്ടാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഡ്രസ്സ് മൊത്തത്തിൽ ഒന്ന് കാണിച്ചാണ് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ്ലി റെഡിയൊക്കെ ആയിട്ട് നമ്മൾ പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ ചേച്ചി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി തന്നെയാണ്. പക്ഷേ വിളിച്ചൊരു 5-6 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ നേരെ നോക്കിക്കഴിഞ്ഞാൽ അച്ഛനകത്ത് നമുക്ക് പോകാനുള്ള ബോക്സും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്.
അപ്പോൾ ഞാനും ചേച്ചി അച്ഛനും കൂടാണ് മിക്ക വർക്കിനും കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങുന്നുണ്ട്, കാരണം ദൈവത്തിൻ്റെ കൈകളിലാണല്ലോ എല്ലാം. അപ്പോൾ അങ്ങനെ നമ്മൾ കാറിലൂടെയൊക്കെ കയറി നമ്മൾ യാത്ര ആരംഭിക്കാൻ പോവുകയാണ്, ക്വിസ് യാത്ര ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അമ്മ ഇങ്ങനെ അച്ഛനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഒരു പച്ച ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, അപ്പം ഫുള്ളി ഒരു യൂണിഫോം പോലെ പോകുമായിരുന്നല്ലോ എന്ന്. അങ്ങനെ നമ്മൾ ട്രൈപോഡും നമ്മുടെ മേക്കപ്പിൻ്റെ മീൻസ് നമ്മുടെ റിംഗ് ലൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വെച്ച് മേക്കപ്പിൻ്റെ ബാഗൊക്കെ കംപ്ലീറ്റ് ബാക്കിലാണ് വെച്ചേക്കുന്നത്. എനിക്ക് വണ്ടി കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഉറങ്ങുന്ന ശീലം എനിക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വണ്ടിക്കകത്ത് കയറി അത്യാവശ്യം നല്ലൊരു ഉറക്കം ഉറങ്ങിയപ്പോഴാണ് ചേച്ചി വിളിച്ച് എന്നെ കൊണ്ട് എണ്ണിപ്പിച്ചത്. എന്നെപ്പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ, വണ്ടി കണ്ടാൽ അപ്പോൾ ഉറങ്ങുന്ന ആൾക്കാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയ സമയത്താണ് നമുക്ക് മണ്ണടിയിലായിരുന്നു വർക്ക്. അപ്പോൾ എന്തായാലും അതൊരു പോകല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ മണ്ണടി അമ്പലത്തിലൊക്കെ ഒന്ന് കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പോൾ ചേച്ചി അങ്ങോട്ട് പോയിട്ടുണ്ട്, ഞാൻ സൂം ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാം. എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കമ്പിൻ്റെ ആ ഒരു ഇടയിലായിരുന്നു നിന്നത്. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിലൊക്കെ കയറി പ്രാർത്ഥിച്ച് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് എത്തി. നമ്മുടെ ബ്രൈഡിനെ വെയിറ്റ് ചെയ്ത് നിന്ന സമയം കൊണ്ട് ഞങ്ങൾ 2-3 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്താണ് കേട്ടോ. അതാണ് അപ്പോൾ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫുൾ വന്നിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബ്രൈഡൊക്കെ വന്ന് നമ്മൾ മേക്ക് ഓവർ ലുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമായിരിക്കും, നമ്മുടെ ചാലക്കുടിയിൽ നിന്ന് വന്ന് ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സേവ് ദ ഡേറ്റിന് നമ്മുടെ അടുത്ത് വന്നതാണ് കേട്ടോ. അപ്പോൾ ആളുടെ പോസ്റ്റ് വെഡിങ് റിസപ്ഷൻ മേക്ക് ഓവർ ലുക്കാണ്. അർച്ചന ചേച്ചിയാണ്. അപ്പോൾ ബ്രൈഡിനും ഉണ്ടായിരുന്നു, ഗ്രൂമിൻ്റെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഗ്രൂമിൻ്റെ വലുതായിട്ട് വീഡിയോയും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. ബ്രൈഡിൻ്റെ അത്യാവശ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഹെയറൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ചേച്ചി നമ്മൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേർ എന്നോട് യൂസ് ചെയ്യായിരുന്നു, ഞാൻ ചോദിച്ചായിരുന്നു ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ പാലറ്റും ബ്ലഷ് പാലറ്റും ഏതാണ്. രണ്ടും വന്നിട്ട് ഷോപ്പ് പാരലിൻ്റെ ആണ്. നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവർ നമുക്ക് വാഴയ്ക്കാപ്പൊക്കെ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വാഴയ്ക്കാപ്പം എന്ന് പറയാൻ കാരണം എനിക്ക് പഴം പൊരി എന്ന് ഒരുമിച്ച് പറയാൻ കുറച്ച് പാടാണ്, അതുകൊണ്ടാണ് കേട്ടോ, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പിന്നെ നമുക്ക് ഓർണമെൻറ്റ്സ് ഒക്കെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു സ്റ്റോൺ വർക്ക് വരുന്ന ഓർണമെൻറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ആൾ മീൻസ് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോയാണ്, പക്ഷേ പോയ സമയത്താണ് കൈ അത്യാവശ്യം ലൂസാണ്. അപ്പോൾ വീണ്ടും ഇത് തയ്ക്കാൻ വിട്ടു. അപ്പോൾ നമുക്ക് എന്തായാലും ലേറ്റ് ആക്കണ്ടെന്ന് വിചാരിച്ചു നമ്മൾ ഫേസ് മേക്കപ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ സേവ് ദ ഡേറ്റിൻ്റെ ടൈമിൽ എൻ്റെ അടുത്ത് വന്ന സമയത്ത് ആൾ അത്യാവശ്യം ടെൻസ്ഡ് ആയിരുന്നു, എങ്ങനായിരിക്കും എന്തായിരിക്കും എന്നൊക്കെയുള്ള രീതിയിൽ. പക്ഷേ അത് കഴിഞ്ഞപ്പോഴേക്കും ആൾ ടോട്ടലി ടെൻഷൻ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. നമ്മളായിട്ട് നല്ല കമ്പനി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞായിരുന്നു എങ്ങനത്തെ ഹെയർ സ്റ്റൈൽ വേണമെന്ന്. അപ്പോൾ ബാക്കിലേക്ക് ട്വിസ്റ്റ് വെച്ചിട്ട് ഓപ്പൺ ഹെയർ സ്റ്റൈൽ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഹെയർ എക്സ്റ്റൻഷനും കൂടെ വെച്ചിട്ട് ആ ഹെയർ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ദെൻ അതിനുശേഷം നമ്മൾ ഫേസ് മേക്കപ്പ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഐ മേക്കപ്പ് വന്നിട്ട് കറക്റ്റ് നമ്മുടെ ഡ്രസ്സിന് ചേരുന്ന രീതിയിലുള്ള ഒരു ഷെയ്ഡാണ് കൊടുത്തേക്കുന്നത്. ഇടയ്ക്ക് എൻ്റെ നാക്ക് കുളിക്കുന്നതാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വാക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മളത് ഗ്ലാസ് സ്കിൻ ഫിനിഷിങ് വരുന്ന രീതിയിൽ സ്കിൻ ടോൺ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഓരോ മേക്കപ്പും ചെയ്യുന്നത്. നമ്മുടെ അടുത്ത് ബ്രൈഡ് എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് എൻ്റെ സ്കിൻ ടോൺ ചേഞ്ച് ചെയ്യാനേ പാടില്ല, എനിക്ക് അത്യാവശ്യം നല്ല ഗ്ലോ വരുന്ന രീതിയിൽ, ഒട്ടും ഓവറാവാത്ത തോന്നാത്ത രീതിയിൽ, പാച്ചി ആവാത്ത തോന്നാത്ത രീതിയിൽ വേണം ചെയ്തു തരാം. അപ്പോൾ ഓരോ ബ്രൈഡും പറയുന്ന രീതിയിൽ കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ മേക്ക് ഓവറും ചെയ്യുന്നത്. സോ അതുകൊണ്ട് ഞാൻ ഹാപ്പി, എൻ്റെ ബ്രൈഡും ഹാപ്പി, അവർക്ക് അവരുടെ ബിഗ് ഡേ നല്ലോണം അടിച്ചു പൊളിക്കാനും പറ്റും. കാരണം അവരുടെ ബിഗ് ഡേയിൽ ഹാപ്പി ആക്കുന്നതിൽ ഒരു പാർട്ട് മിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് വരുന്ന ഓരോ ബ്രൈഡിനെ കംപ്ലീറ്റ്ലി ഹാപ്പി ആക്കി വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ട്രൈ ചെയ്യാറുണ്ട് കേട്ടോ. നമ്മുടെ ബ്രൈഡിൻ്റെ മേക്ക് ഓവറൊക്കെ കഴിഞ്ഞ് ബ്രൈഡിൻ്റെ നമ്മൾ ഡ്രസ്സൊക്കെ വന്നതിന് ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗ്രൂം മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ചേട്ടന് അന്ന് സേവ് ദ ഡേറ്റിൻ്റെ അന്ന് മേക്ക് ഓവർ ഉണ്ടായിരുന്നു, പക്ഷേ വലുതായിട്ട് എനിക്ക് വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രൈഡിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നല്ല അടിപൊളിയായിട്ട് വരുന്ന ഒരു ലെഹങ്ക ടൈപ്പിലായിരുന്നു ഡ്രസ്സ് വന്നിട്ട്. കറക്റ്റായിട്ട് നല്ലോണം ചേരുന്ന രീതിയിലുള്ള ഓർണമെൻറ്റ്സ് മേക്ക് ഓവറുമാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പോൾ ആൾ കംപ്ലീറ്റ്ലി ഹാപ്പിയായി, നല്ലോണം ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാനാണ്. നമ്മുടെ ഇമാ മേക്ക് ഓവറിൽ അല്ലെങ്കിൽ ദി അരുണിമ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ കോൺടാക്ട് ചെയ്യാനാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് 2 ലൈറ്റ് മേക്കപ്പ് കൂടെ ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ നമ്മളെല്ലാം പറക്കി കെട്ടി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വന്നപ്പോഴേക്ക് അത്യാവശ്യം നല്ല ടയേർഡായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നപ്പോൾ കുറച്ച് ലേസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളത് കഴിക്കുകയാണ്. വന്നും ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി, ഇനി വേണം ഒന്ന് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ അത്യാവശ്യം. കാരണം നമ്മൾ രാവിലെ 9 മണിക്ക് റെഡിയായി പോയതാണ്, പക്ഷെ വന്നപ്പോൾ തന്നെ 6:30 ഒരു 7 മണിയൊക്കെ ഏകദേശം ആവാറായിരുന്നു. അങ്ങനെ നമ്മൾ ലേസൊക്കെ കഴിക്കുകയാണ്. ദെൻ അതിനുശേഷം അത്യാവശ്യം നമ്മൾ ഫുഡ് കഴിക്കാൻ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലോണം ഗ്യാസ് കയറി. അപ്പോൾ നമ്മൾ അടുത്തുള്ള കടയിൽ പോയി സോഡയൊക്കെ വാങ്ങാൻ വേണ്ടി പോയിട്ട് തിരിച്ച് വന്നപ്പോൾ 2 സിപ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണ്. നല്ല വിജനമായ റോഡാണ്, നല്ല പിന്നെ സ്ട്രേറ്റ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ബൈ ഡിയേഴ്സ്, മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.